നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷി ഭരണത്തിന്റെ സാധ്യതകളിലേക്കാണ് കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ കോൺഗ്രസ് സഖ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ബീഹാറിൽ കോൺഗ്രസിന്റെ സഖ്യം അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ജാർഖണ്ഡിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ സഖ്യ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇടക്കാലത്തൊക്കെ ആ സഖ്യ സർക്കാർ പൊളിയാൻ പോകുന്നു. ഹേമന്ത് സോറനെ ജയിലിൽ അടയ്ക്കുന്നതോടുകൂടി വീണ്ടും ആ സഖ്യ സർക്കാർ തകർന്നടിയും. JMMലെ MLA മാർ ഒടുവിൽ BJPയോട് സഖ്യം പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രവർത്തനവുമായി എത്തിയവരുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ലോക്സഭയിൽ 14 ബഹുഭൂരിപക്ഷം മുന്നേറ്റം നടത്തിയിട്ടും BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ഒരു രീതിയിലുള്ള മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് സഖ്യം ജാർഖണ്ഡ് തൂത്തുവാരുകയായിരുന്നു. അതുപോലെ മറ്റൊരു സംസ്ഥാനമായി മാറുകയാണ് ഉത്തർപ്രദേശ്. നീണ്ട 10 കൊല്ലത്തിന് ശേഷമുള്ള ഭരണം തിരിച്ചുപിടിക്കലാണ് കൃത്യമായി രാഹുൽ ഗാന്ധി ആവിഷ്കരിച്ചിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയോടൊപ്പം കോൺഗ്രസ് തോളോട് തോൾ ചേർന്ന് നിന്ന് ഭരണത്തിലെ നിർണായക നാഴികക്കല്ലാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. നമുക്കറിയാം, UP എന്നത് ചെറിയൊരു സംസ്ഥാനമല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വലിയ ജനസംഖ്യ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യതുല്യമായ സംസ്ഥാനം. 24 കോടി ജനങ്ങളുടെ അധിവാസ കേന്ദ്രമായ ഉത്തർപ്രദേശിൽ ആര് ഭരണത്തിലേക്ക് തിരിച്ചു വന്നാലും ആ വരുന്നവർക്ക് രാജയോഗം തന്നെയാണ്. BJPയുടെ അമ്പ് ഒടിഞ്ഞത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. 33ലേക്ക് അവരുടെ അംഗസംഖ്യ ചുരുങ്ങിയത് എത്രത്തോളം അവരുടെ ലോക്സഭാ സീറ്റിലെ കണക്കിൽ വൻ വിള്ളലുണ്ടാക്കി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. പക്ഷേ അത് പോരാ. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വലിയ നഷ്ടങ്ങൾ വന്നാൽ മാത്രമേ രാജ്യസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ള മുന്നേറ്റത്തോടു കൂടി BJPയെ നിലയ്ക്ക് നിർത്താൻ കഴിയുകയുള്ളൂ. അമിതമായ ആവേശവും ഇലക്ഷൻ കമ്മീഷന്റെ വഴിവിട്ട സഹായം കൊണ്ട് ഇക്കുറിയും BJPക്ക് അധികാരം നിലനിർത്താം എന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് മടക്കി വെച്ചോളൂ. നിങ്ങളുടെ ആണിക്കല്ല് ഇളകാൻ പോവുകയാണെന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി മോദി യോഗി സഖ്യത്തെ ചൂണ്ടിക്കാട്ടി പറഞ്ഞിരിക്കുകയാണ്. കാരണം UP എന്ന സ്റ്റേറ്റ് ചിന്തിക്കുന്നത് മറ്റൊരു ദിശയിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ UPയുടെ GDP ശരാശരിയിലും താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ദേശീയതയുടെ പല പാരാമീറ്ററുകളും ശരാശരിയിലും താഴേക്ക് UPയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അടിസ്ഥാനപരമായി UPയിൽ വലിയ വികസനം നടന്നു, ഗുണ്ടാരാജ് അമർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്തമാനം പറയുന്നെങ്കിലും UPയിൽ നടക്കുന്നത് സമാന്തരമായിട്ടുള്ള ബുൾഡോസർ രാജാണ്. അതായത് ഠാക്കൂറന്മാരുടെ അതിപ്രസരം, ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഠാക്കൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം, മണ്ഡൽ കമ്മീഷന്റെ ഒക്കെ വലിയ അതിപ്രസരം ഉണ്ടായിരുന്നുകൊണ്ടാണ് വലിയ അപ്പർ കാസ്റ്റ് മേൽജാതി കൊയ്മ ഒരു പരിധിവരെ UPയിലൊക്കെ അട്ടിച്ചമർത്തപ്പെട്ടത്. അതല്ലെങ്കിൽ അവിടെ സമ്പൂർണമായൊരു ബ്രാഹ്മണിക്കൽ ഹെഗിമണിയുള്ള ഒരു സ്റ്റേറ്റായി മാറിയിരുന്നു. അതിനെയൊക്കെ നിലം തൊടാതെ ആട്ടിപ്പായിച്ചത് ഒരു പരിധിവരെ ഈ മണ്ഡൽ കമ്മീഷന്റെ എഫക്റ്റ് കൊണ്ട് സമാജ്വാദി പാർട്ടിയും BSP മാറി മാറി വരുന്ന ഭരണം കൊണ്ടായിരുന്നു. ഇപ്പോൾ BSP BJPക്ക് അടിമപ്പെട്ട് ആ പാർട്ടിയേ ഇല്ലാതായപ്പോൾ ഇപ്പോഴത്തെ പ്രതീക്ഷ ജനങ്ങൾക്ക് സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിൽ തന്നെയാണ്. സഖ്യം ഒരു വിള്ളലും ഉണ്ടാകാതിരിക്കാൻ പരമാവധി ഇരു ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുന്നു. അതിൽ വിള്ളൽ വീഴ്ത്താനുള്ള പരമാവധി ശ്രമം BJPയും തുടരുന്നുണ്ട്.